തുഷാർ മേത്ത 2018 അദ്ദേഹത്തിനെ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ നിയമിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്ക് എല്ലാം ചൂട്ടുപിടിക്കുന്ന വ്യക്തി. അതിനകത്ത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ പോലും എന്തുമാത്രം കള്ളങ്ങൾ, കല്ല് വെച്ച നുണകളാണ് തുഷാർ മേത്ത പടച്ചുവിടുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദഗതികൾ ഉയർത്തുമ്പോൾ സുപ്രീം കോടതി കണക്കിന് പ്രഹരം നൽകിയിരിക്കുകയാണ് തുഷാർ മേത്തയ്ക്ക്. ഇതൊന്നും ഒരു രീതിയിലും അദ്ദേഹത്തിനെ കുലുക്കുന്നില്ല. കാരണം നാണക്കേടോ നാണവും മാനവുമോ ഒന്നും ഒരു വിഷയമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞ് തൻ്റെ ടാർഗറ്റിലേക്ക് നീങ്ങുകയാണ്. BJPയിൽ നിന്നും കൂടുതൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും കാലാവധി നീട്ടിത്തരുന്നതും കാത്ത് തുഷാർ മേത്ത വീണ്ടും വീണ്ടും BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുമ്പോൾ കളങ്കിതപ്പെടുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇത്രയും തരം താഴ്ന്ന രാഷ്ട്രീയ കളികൾ, അതും ടാപ്പറിംഗ് ഉൾപ്പെടെയാണ് പ്രതിപക്ഷം തുഷാർ മേത്തയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കൂ, കേന്ദ്രത്തിന്റെ നയങ്ങൾ ഏതെല്ലാം രീതിയിൽ പൊള്ളയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പലതവണ തുറന്നു കാട്ടുമ്പോൾ, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയെ തച്ചുടയ്ക്കാൻ BJP രണ്ടും കൽപ്പിച്ച് നാഷണൽ ഹെറാൾഡ് കേസ് കുത്തിപ്പൊക്കുമ്പോൾ തുഷാർ മേത്ത വീണ്ടും വീണ്ടും സർക്കാരിന് വേണ്ടി, സർക്കാർ ഏജൻസിക്ക് വേണ്ടി സമയം ചോദിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പ്രഹരത്തിന് പാത്രമായ വ്യക്തിയാണ്. അതൊന്നും അദ്ദേഹത്തിനെ അലട്ടുന്നില്ല. കേന്ദ്ര സർക്കാർ തൻ്റെ കൂടെ എപ്പോഴും കാണും എന്ന വിശ്വാസം. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകത എന്താണ്? മോദിയെ സംബന്ധിച്ചിടത്തോളം ഏത് വ്യക്തിയെന്നില്ല, യൂസ് ആൻഡ് ത്രോ ആണ് നരേന്ദ്രമോദിയുടെ പോളിസി. ഇന്ന് ഞാൻ നാളെ നീ എന്ന് ജഗദീപ് ധൻഖറിന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി. മോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളല്ല പ്രാധാന്യം, ലക്ഷ്യമാണ്. അതിനാരെ വേണമെങ്കിലും കരുവാക്കും. ഇപ്പോൾ തുഷാർ മേത്തയെങ്കിൽ നാളെ മറ്റൊരു അഭിഭാഷകൻ. അത് വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിയോട് ധരിപ്പിക്കാൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകരായിട്ടുള്ള കപിൽ സിബലിനും അഭിഷേക് മനു സിംഗ്വിക്കുമൊക്കെ പല വിഷയങ്ങളിലും പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭരണഘടനയിൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പരമാധികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വാദഗതികൾ ഉയർത്തി സുപ്രീം കോടതിയെ വെട്ടിലാക്കി കളയാമെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ ധരിച്ചിരുന്നത്. ഒന്നാലോചിക്കണം, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് രാഷ്ട്രപതിയും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതിലെല്ലാം തുഷാർ മേത്ത തൻ്റെതായ ഒരു വ്യക്തിമുദ്ര കേന്ദ്ര സർക്കാരിന് വേണ്ടി പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കൃത്യമായി പണി വരികയാണ് തുഷാർ മേത്തയ്ക്ക്. സോളിസിറ്റർ ജനറൽ സ്ഥാനത്ത് നിന്നും തുഷാർ മേത്തയെ നീക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിവരമറിയുമെന്നാണ് ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കിയിരിക്കുന്നത്.